ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പൂട്ടം എക്സാമിനേഷനാണ്. എന്താണ് സ്പൂട്ടം എന്ന് പറയുന്നത്? റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ലോവർ എയർവേസിൽ നിന്നും, അതായത് ലങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ഈ ലോവർ എയർവേസിൽ നിന്നും ചുമച്ച് പുറന്തള്ളുന്ന മ്യൂക്കസിനെയാണ് നമ്മൾ സ്പൂട്ടം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ കഫം എന്ന് പറയും, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സലൈവ, നേസോഫാരിഞ്ചിയൽ സെക്രീഷൻസ് ഇതൊന്നും സ്പൂട്ടത്തിൻ്റെ ഭാഗമല്ല. നമ്മൾ പൊതുവെ ഈ സ്പൂട്ടം സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ. പിന്നെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്യാൻസറിൻ്റെ സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂട്ടം എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോഴേ ഈ പുറുലൻ്റ് സ്പൂട്ടം ഉണ്ടല്ലോ, അതായത് ഒത്തിരി പസ്സൊക്കെ അടങ്ങിയിട്ടുള്ള, പഴുപ്പടങ്ങിയിട്ടുള്ള സ്പൂട്ടം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ WBC, സെല്ലുലാർ ഡെബ്രസ്, പിന്നെ ഡെഡ് ടിഷ്യൂസ്, സെറസ് ഫ്ലൂയിഡ്, വിസ്കസ് ലിക്വിഡ്, അതായത് മ്യൂക്കസ്, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളക്ഷൻ എങ്ങനെയാണ്, സാമ്പിൾ കളക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏർലി മോർണിംഗ് ആണ് നമ്മൾ സാമ്പിൾ കളക്ഷൻ നടത്തുന്നത്. പേഷ്യൻ്റ് വളരെ ആഴത്തിൽ ചുമച്ച് സ്പിറ്റ് ചെയ്യുന്ന ആ ഒരു സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ ഒരു സ്പൂട്ടം സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. വലിയ വാവട്ടമുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്, ഈ സ്പൂട്ടം സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ട്യൂബർകുലോസിസിൻ്റെ ഡയഗ്നോസിസിനാണെങ്കിൽ നമ്മൾ ഇതേ സാമ്പിൾ അടുപ്പിച്ച് 3 ദിവസം അതിരാവിലെ തന്നെ നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറയുക, ആൻഡ് എംപ്റ്റി ഹിസ് ലങ്സ് ഇൻ 1 breath. അതേ സമയം തന്നെ നല്ല ആഴത്തിൽ ചുമച്ച് സ്പിറ്റ് ചെയ്യാൻ പറയണം. ആ സ്പിറ്റ് ചെയ്യുന്ന അത്രയും സംഭവം നമ്മൾ ഇതിൽ കളക്ട് ചെയ്തെടുക്കുകയാണ്, അല്ലേ? ഈ ഒരു ഡിസ്പോസിബിൾ കണ്ടെയ്നറിൽ നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്, ആൻഡ് ദാറ്റ് ഇൻവോൾവ്സ് മെഷർമെൻറ്റ് ഓഫ് കളർ ആൻഡ് കൺസിസ്റ്റൻസി ഓർ അപ്പിയറൻസ്. ഇപ്പോൾ നോർമൽ സ്പൂട്ടം ആണെങ്കിൽ അതിനൊരു പെയിൽ യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക, ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് മ്യൂക്കോയിഡ് മെറ്റീരിയൽസ്. ഇനി പൾമിനറി ട്യൂബർകുലോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിനാണെങ്കിൽ ഈ സ്പൂട്ടത്തിൽ നമുക്ക് രക്തത്തിൻ്റെ അംശം കാണാൻ പറ്റും. ബ്രോങ്കൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനാണെങ്കിൽ ഡാർക്ക് യെല്ലോ കളറായിരിക്കും സ്പൂട്ടം. ന്യൂമോണിയ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ബ്രൗൺ കളറായിരിക്കും സ്പൂട്ടം. ഓക്കെ, അപ്പോൾ ഈ നോർമൽ സ്പൂട്ടം വിസ്കസ് ആണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ്. ബ്രോങ്കൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിലാണെങ്കിൽ ഇറ്റ്സ് പിറുലൻ്റ്, അതായത് ഒത്തിരി പസ്സടങ്ങിയിട്ടുള്ള, പഴുപ്പടങ്ങിയിട്ടുള്ളതായിരിക്കും. അക്യൂട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിലും പിറുലൻ്റ് ആയിട്ടുള്ള സ്പൂട്ടം ആയിരിക്കും. പിന്നെ പൾമിനറി ഇടിമയുള്ള പേഷ്യൻസിലാണെങ്കിൽ ഈ സ്പൂട്ടം ഉണ്ടല്ലോ ഫ്രോത്തി ആയിരിക്കും, അതായത് ഇത്തിരി പതഞ്ഞിരിക്കും, എന്താണ് ബബിൾസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് പൾമിനറി ഇടിമ എന്ന് നമുക്കറിയാമല്ലോ. എന്താണ്? ലങ്സിൽ, അതായത് പ്രധാനമായിട്ടും ഈ എയർ സാക്ക് ഉണ്ടല്ലോ, ആൽവിയോളായി, അതിനുള്ളിൽ എന്താണ് അബ്നോർമൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് അക്യുമുലേഷനാണ് നമ്മൾ പൾമിനറി ഇടിമ എന്ന് പറയുന്നത്. അവിടെ നീർക്കെട്ടുണ്ടാകും, ഈ എയർ സാക്കിനുള്ളിൽ നീർക്കെട്ടുണ്ടാകും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പൾമിനറി ഇടിമ എന്ന് പറയുന്നത്. ഇങ്ങനെ നീർക്കെട്ടുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോർമലായിട്ടുള്ള ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് ഒക്കെ ഇതിന് തടസ്സപ്പെടും, എന്നിട്ട് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകും. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, ആൻഡ് ദാറ്റ് ഇൻവോൾവ്സ് മെയിൻലി ദ എക്സാമിനേഷൻ ഓഫ് അൺസ്റ്റെയിൻഡ് ആൻഡ് സ്റ്റെയിൻഡ് സ്മിയേഴ്സ്. അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെയിൻ ചെയ്ത സ്മിയറും ഉണ്ട്, സ്റ്റെയിൻ ചെയ്യാത്ത സ്മിയേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പൂട്ടം സ്മിയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാമ്പിളിൽ പുറുലൻ്റ് പോർഷൻ ഉണ്ടല്ലോ, അതായത് ഒത്തിരി പസ്സടങ്ങിയിട്ടുള്ള, സ്പൂട്ടത്തിൽ ഒത്തിരി പസ്സടങ്ങിയിട്ടുള്ള ആ ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മൾ ഇത്തരം സാമ്പിൾസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, അതിപ്പോൾ സ്പൂട്ടം ആയിക്കോട്ടെ, യൂറിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫീസസ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഇത്തരം സാമ്പിൾസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഇതിൽ നിന്നും രോഗങ്ങളൊന്നും വരാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ഹാൻഡിലിംഗ്. പൾമിനറി ട്യൂബർകുലോസിസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ സ്മിയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സീൽ നീൽസൺ സ്റ്റെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സീൽ നീൽസൺ സ്റ്റെയിനിങ് മെത്തേഡ് നമുക്ക് നോക്കാം. അതായത് ഇതിന് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്നും നമ്മൾ പറയും. സീൽ നീൽസൺ സ്റ്റെയിനെ നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്നും പറയും. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ടല്ലോ, അവയുടെ സെൽ വാളിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളൊരു സെൽ വാൾ സ്ട്രക്ചറാണ് അവയ്ക്കുള്ളത്, ആൻഡ് ദാറ്റ് ഈസ് വെരി റിച്ച് ഇൻ ലിപ്പിഡ്സ് ആൻഡ് വാക്സസ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ സ്റ്റെയിൻസ് ഒന്നും ഉപയോഗിച്ചുകൊണ്ട്
കാര്യമില്ല. അതിനൊന്നും ഇതിൻ്റെ സെൽ വാൾ ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഈ സീൽ നീൽസൺ സ്റ്റെയിനിൻ്റെ ഉപയോഗം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന കാർബൺ ഫുഷൻ ഡൈ ഉണ്ടല്ലോ, and that penetrates the waxy cell walls of the acid fast bacteria. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ ഈ മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് ഈ ഒരു സ്മിയർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയനെയൊക്കെ നമുക്ക് ബ്രൈറ്റ് റെഡ് കളറിൽ അല്ലെങ്കിൽ ഒരു എന്താണ് പിങ്കിഷ് കളറിൽ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്കിഷ് കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ടു എഗെയിൻസ്റ്റ് എ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമുക്ക് ഈ ബാക്ടീരിയനെയൊക്കെ നല്ല എടുത്ത് കാണാൻ പറ്റും. ഈ സീൽ നീൽസൺ സ്റ്റെയിൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും എടുത്ത് കാണാൻ പറ്റുന്നത് ഈ ബാക്ടീരിയനെയൊക്കെ. വളരെ യുണീക്കായിട്ടുള്ള സെൽ വാൾ സ്ട്രക്ചറുള്ള, ഒത്തിരി ലിപ്പിഡ്സും വാക്സസും അടങ്ങിയിട്ടുള്ള സെൽ വാൾ സ്ട്രക്ചറാണ് ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയ്ക്കുള്ളത്. അപ്പോൾ അതിനെ തകർത്തുകൊണ്ട്, അതിനെ ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഈ ഒരു ഡൈ കയറുന്നത് കൊണ്ടാണ് ആ ഒരു ബാക്ടീരിയ നമുക്ക് ഇത്തരം പിങ്ക് കളറിൽ എടുത്ത് കാണാൻ പറ്റുന്നത്. എന്നാൽ മറ്റുള്ള ഡൈസ് ഉപയോഗിച്ചാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? മറ്റുള്ള സ്റ്റെയിനുകൾ ഉപയോഗിച്ചാൽ നമുക്കിതുപോലെ ഈ ഒരു ബാക്ടീരിയ നമുക്ക് എടുത്ത് കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ സെൽ വാൾ സ്ട്രക്ചർ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ, വളരെ വാക്സി ആയതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റെയിൻസിനൊന്നും ഈ ബാക്ടീരിയയ്ക്ക് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റില്ല. സെൽ വാൾ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സീൽ നീൽസൺ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ദ സീൽ നീൽസൺ സ്റ്റെയിൻ ഓവർകംസ് ദിസ് ബൈ യൂസിങ് ഹീറ്റ് ടു ഫോഴ്സ് കാർബോൾ ഫിഷൻ ഡൈ ഇൻ ടു ദ സെൽ വാൾ വേർ ഇറ്റ് ബൈൻഡ്സ് ടൈറ്റ്ലി. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് ഡെമോൺസ്ട്രേഷൻ ഓഫ് സീൽ നീൽസൺ സ്റ്റെയിനിങ് ടെക്നിക്കാണ്. അതായത് ഈ സ്പൂട്ടം സാമ്പിളിൽ നിന്ന് ഒരു പെർലൻ്റ് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്ക് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുക, ഹീറ്റ് ഫിക്സ് ചെയ്യുക, ആൻഡ് ഡു സീൽ നീൽസൺ സ്റ്റെയിനിങ്. എന്നിട്ട് അതിനെ എയർ ഡ്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ഇമേർഷൻ ഫീൽഡ് ഓഫ് മൈക്രോസ്കോപ്പിൽ കൊണ്ടുവെക്കണം. അവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ നോക്കുമ്പോഴത്തേക്കും യു ക്യാൻ സീ റെഡ് കളേർഡ് ആയിട്ടുള്ള റോഡ് ഷേപ്ഡ് ഓർഗാനിസത്തെ നമുക്കൊരു ബ്ലൂ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിതിന് തെളിഞ്ഞ് കാണാൻ പറ്റും. നല്ല ചുവപ്പ് നിറത്തിൽ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തെ നമ്മൾ തെളിഞ്ഞ് കാണാൻ പറ്റും. ആൻഡ് ദ പ്രസൻസ് ഓഫ് ട്യൂബർക്കിൾ ബാസിലൈ ഇൻഡിക്കേറ്റ്സ് ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ. നമ്മൾ എത്രത്തോളം ഓർഗാനിസത്തിനെയാണോ കാണുന്നതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. നമ്മളതിനെ ഗ്രേഡ് ചെയ്യുന്നത് 1+ to 4+ എന്ന രീതിയിലാണ് നമ്മളതിനെ ഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ, എത്രത്തോളം ഓർഗാനിസത്തെ നമ്മൾ കണ്ടു, എത്രത്തോളം റോഡ് ഷേപ്ഡ് ഓർഗാനിസത്തെ നമ്മൾ അതിൽ കണ്ടു, ആ ഒരു സ്മിയറിൽ നമ്മൾ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ എത്രത്തോളം ആ സ്ലൈഡിൽ കണ്ടു എന്ന് നമ്മൾ നോട്ട് ചെയ്യണം.